നിനക്ക് സുഖമില്ലേ ഹിൽഡ? നീ വല്ലാതെ വിളറിയിരിക്കുന്നു. നീ ആലീസുമായി സംസാരിക്കുകയായിരുന്നല്ലേ? ആത്മപീഡനത്തിൽ ആനന്ദം കണ്ടെത്തുകയാണ് അവൾ. ഞാൻ പോവുകയാണ്. എനിക്കിഷ്ടമുള്ള ഒരാളെ ദ്രോഹിക്കാൻ ഞാൻ തയ്യാറല്ല. ആ ആളിന്റെ വക കവർന്നെടുക്കാനും ഞാൻ ആളല്ല. നീ പോയാൽ എനിക്കെന്ത് സംഭവിക്കുമെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ മറ്റൊരാനന്ദവുമില്ല ഹിൽഡ. അങ്ങേക്ക് ചെയ്യാൻ കർമ്മങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. വളരെ വൈകിപ്പോയി. എൻ്റെ മനസ്സിൽ നീ ഉണർത്തിവിട്ട ശക്തികൾ എന്നെ ഉന്മത്തനാക്കിയിരിക്കുന്നു. ഈ ലഹരിയില്ലാതെ എനിക്കിനി ജീവിക്കാനാവുകയില്ല. നീ അവിടെ എന്താണ് നോക്കുന്നത് ഹിൽഡ? ഓ, വെറുതെ. ഞാനിതൊക്കെ ഒന്ന് കാണുകയായിരുന്നു. കാണാൻ പാടില്ലെന്നുണ്ടോ? ഹേയ്, ഈ ഫയലുകളൊക്കെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? എൻ്റെ സെക്രട്ടറി. പെൺകുട്ടി? തീർച്ചയായും. എന്താണ് അവളുടെ പേര്? കാതറിൻ. വിവാഹിതയാണോ? അല്ല, പക്ഷെ അവൾ ഉടനെ വിവാഹിതയാവുകയാണ്. അതായിരിക്കും അവൾക്ക് നല്ലത്. പക്ഷെ എനിക്കതത്ര നന്നല്ലല്ലോ. എനിക്ക് പിന്നെ സഹായത്തിന് ആരാണുള്ളത്? അതുപോലെ മറ്റൊരാളെ കണ്ടെത്തിക്കൂടെ? നീ ഇവിടെ താമസിക്കുമെങ്കിൽ, എനിക്ക് കണക്കെഴുതി തരുമെങ്കിൽ. പിന്നെന്താ? അല്ലെങ്കിൽ വേണ്ട. നാം തമ്മിൽ അങ്ങനെ ഒരു ഇടപാട് വേണ്ട. ഐ എം സോറി സർ. കം ഓൺ അലക്സ്. നിങ്ങളുടെ അപ്പൻ്റെ അസുഖം എങ്ങനെയുണ്ട്? അപ്പൻ്റെ നില വളരെ മോശമാണ് സർ. മിക്കവാറും അബോധാവസ്ഥയിലാണ്. ബോധം തെളിയുമ്പോൾ സാറിൻ്റെ കാര്യവും ആ പ്ലാനിൻ്റെ കാര്യമാണ് പറയുന്നത്. ബോധം തീരെ നശിക്കുന്നതിന് മുമ്പ് ആ പ്ലാനിലൊന്ന് ഒപ്പിട്ട് തന്നിരുന്നെങ്കിൽ. ആ പ്ലാനിനെ കുറിച്ച് ഇനി മിണ്ടരുത്. താങ്കൾ അതൊന്ന് തുറന്നു നോക്കെങ്കിലും ചെയ്തോ? ഞാൻ കണ്ടു. അത് നന്നായിട്ടുണ്ടോ? താങ്കൾക്ക് എന്തു തോന്നുന്നു? എനിക്കെന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ടെന്ന്? അലക്സ്, എൻ്റെ കൂടെ നിൽക്കൂ. കാദറിനെ വിവാഹം ചെയ്തൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കൂ. മറ്റെന്തും ഞാൻ തരാം, സ്വന്തമായി പണിതുയർത്തുന്നതൊഴികെ. ഈസ് ഇറ്റ് യുവർ ഫൈനൽ വേർഡ്? എങ്കിൽ ഞാൻ ഇനി നിൽക്കുന്നില്ല. എനിക്കിതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല അലക്സ്. എങ്കിൽ ഞാൻ ആ പ്ലാൻ കൊണ്ടുപോയിക്കോട്ടെ? കൊണ്ടുപോയിക്കോളൂ, അതവിടെ ഉണ്ട്. അലക്സ്, എന്താ? അതവിടെ വെച്ചേക്കൂ. എന്തിന്? എനിക്കൊന്ന് കാണാനാ.